ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 134/2027 ഓഫീസ് അറ്റൻഡൻറ്റ് ഗ്രേഡിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ആണ്. താഴെ പറയുന്ന മാർ കുര്യാക്കോസ് എലിയസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങളിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ പെടാത്തത് 2ഉം 4ഉം ആണ്. അപ്പോൾ മാർ കുര്യാക്കോസ് എലിയസ് ചവറയുടെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? ആത്മാനുതാപം, ഇടയ നാടകങ്ങൾ. ഏതൊക്കെയാണ്? ആത്മാനുതാപവും ഇടയ നാടകങ്ങളും. അതേപോലെ തന്നെ നാലഗമങ്ങളും ധ്യാനസല്ലാപങ്ങൾ. ക്യാപ്റ്റൻ ഡിലനോയി ഏത് യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ, കുളച്ചൽ യുദ്ധം. ഇൻ മെമ്മോറിയം എന്ന പേര് പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പേറ്റൺ. ഇൻ മെമ്മോറിയം എന്ന പേരിൽ പ്രശസ്തമായ ചിത്രം വരച്ചത് ജോസഫ് നോയൽ പേറ്റൺ. താഴെ പറയുന്നവരിൽ ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ് ആനി ബസന്റ്, സുബ്രഹ്മണ്യ അയ്യർ, ലോക്മാന്യ തിലക്. ആനി ബസന്റ്, സുബ്രഹ്മണ്യ അയ്യർ, ലോക്മാന്യ തിലക് ഹോം റൂൾ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. അപ്പോൾ ഫ്രാൻസിലെ ജാക്കോബിയൻ ക്ലബിൽ അംഗമായിരുന്ന ഇന്ത്യയിലെ ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. 2024 ഐക്യരാഷ്ട്രസഭ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട വർഷാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്? അന്താരാഷ്ട്ര ഒട്ടക വർഷം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഭൂമി സൂര്യനോട് അടുത്തു വരുന്ന സൂര്യ സമീപന ദിനം എന്നാണ്, അതായത് പെരിഹീലിയൻ ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ ആൻസർ ജാനുവരി 3 ആണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ. സഹ്യാദ്രിയിലെ മഹാബലേശ്വരിൽ നിന്ന് അടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപിയൻ നദിയാണ് കൃഷ്ണ നദി. അപ്പോൾ സഹ്യാദ്രിയിലെ മഹാബലേശ്വരിനടുത്ത് നിന്ന് ഉത്ഭവിക്കുന്ന ഉപദ്വീപിയൻ നദിയാണ് കൃഷ്ണ നദി. താഴെ പറയുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത് എന്ന് വെച്ചാൽ ഭൗമതാപോർജ്ജമാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള ഇന്ത്യയിലെ ദേശീയ ജലപാത NW3 ആണ്. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോം ഏത് എന്ന് വെച്ചാൽ അനുവാദിനിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ബഹുഭാഷാ തത്വം പ്രോത്സാഹിപ്പിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പ്ലാറ്റ്ഫോമാണ് അനുവാദിനി. താഴെ പറയുന്ന പ്രസ്താവനയെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് 2 മാത്രമാണ്. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. മനുഷ്യ വിഭവശേഷി വികസനമായിരുന്നു ലക്ഷ്യം. ഇതുമായി ബന്ധപ്പെട്ടതല്ല. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെയെന്ന് വെച്ചാൽ 1, 3, 4 ആണ്. അതായത് മഹലനോബിസ് മാതൃക അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വ്യവസായ വികസനത്തിന് കേന്ദ്രീകരിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏത് സംവിധാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ നീതി ആയോഗിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രസ്താവനകൾ? 2015 ജാനുവരി 1 നിലവിൽ വന്ന സംവിധാനമാണിത്. ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. അപ്പോൾ നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 ഭാരത സർക്കാരിൻ്റെ ഒരു വിദഗ്ധ ഉപദേശക സമിതിയാണ്. പ്രധാനമന്ത്രിയാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ. ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള സാമ്പത്തിക നയ വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ ചുമതല. ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത്. താഴെ പറയുന്ന ബാങ്കിങ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ ആൻസർ വാണിജ്യ ബാങ്കുകളാണ്. ബാങ്കിങ് ഇതര സ്ഥാപനം അല്ലാത്തത്. അപ്പോൾ ബാങ്കിങ് ഇതര സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ. ഏതൊക്കെയാണ്? ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ് ബാങ്കുകൾ. താഴെ പറയുന്നവ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ 1, 2, 3 ആണ്. ഇതിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. രാസവളങ്ങൾ, രാസകീടനാശിനി ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. ആദ്യ കാലഘട്ടത്തിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിരീതിയാണിത്. പാലിൻ്റെയും പയറുവർഗ്ഗങ്ങളുടെയും ഉൽപ്പാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാം സ്ഥാനമാണ് ഉള്ളത് എന്ന് ചോദിച്ചാൽ 1-ാം സ്ഥാനം. 16-ാം ധനകാര്യ കമ്മീഷൻ ചെയർമാനായി നിയമിക്കപ്പെട്ടത് അരവിന്ദ് പനഗരിയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിച്ചാൽ 1, 3, 4 ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ എന്നറിയപ്പെട്ട ബ്രിട്ടീഷ് ക്യാബിനറ്റ് കമ്മിറ്റി നിർദ്ദേശിച്ച രൂപരേഖ അടിസ്ഥാനമാക്കിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. എന്താണ്? 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിലൂടെ സ്ഥാപിക്കപ്പെട്ട പ്രവിശ്യ നിയമനിർമ്മാണ സഭകളിലെ അംഗങ്ങൾ പരോക്ഷ തെരഞ്ഞെടുപ്പിലൂടെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. എന്താണ്? ജനസംഖ്യ ആനുപാതികമായി ഓരോ പ്രവിശ്യയ്ക്കും നാട്ടുരാജ്യത്തിനും സീറ്റുകൾ അനുവദിച്ചിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന വിഷയങ്ങളെ ഭരണഘടനയിലെ 7-ാം പട്ടിക ലിസ്റ്റിൽ അവശിഷ്ട അധികാരങ്ങൾ എന്നിവയുമായി യോജിപ്പിച്ചത് ശരിയായവ തിരഞ്ഞെടുക്കാനാണ് ചോദിച്ചത്. ഇവിടെ ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. അതായത് തുറമുഖങ്ങൾ കേന്ദ്ര ലിസ്റ്റിൽ, ഭൂമി എന്ന് പറയുന്നത് സംസ്ഥാന ലിസ്റ്റിലാണ്. എന്താണ്? തുറമുഖം കേന്ദ്ര ലിസ്റ്റ്, ഭൂമി സംസ്ഥാന ലിസ്റ്റ്. സൈബർ നിയമം എന്ന് പറയുന്ന അവശിഷ്ടാധികാരത്തിലാണ്. ഇന്ത്യ ഭരണഘടനയുടെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏതെന്നാണ് ചോദിച്ചത്. തെറ്റായത് 3ഉം 4ഉമാണ്. അനുച്ഛേദം 243 പഞ്ചായത്ത് സീറ്റ് സംവരണം സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ 50% സീറ്റ് സംവരണം ഉറപ്പാക്കി. ഇത് രണ്ടും തെറ്റാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യമായി നിർദ്ദേശിച്ചത് PK തുംഗം കമ്മിറ്റിയാണ്. എന്താണ്? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് ആദ്യം നിർദ്ദേശിച്ചത് PK തുംഗം കമ്മിറ്റിയാണ്. അനുച്ഛേദം 243A ഗ്രാമസഭയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. 243A ഗ്രാമസഭയെ സംബന്ധിച്ച് പ്രസ്താവിക്കുന്നു. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് 2ഉം 3ഉമാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. എന്താണ്? ഭരണഘടനാ പ്രകാരം രാജ്യസഭയുടെ അധ്യക്ഷനാണ് ഉപരാഷ്ട്രപതി. കേന്ദ്ര മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്താനാണ് ചോദിച്ചത്. 1ഉം 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഭരണഘടനയിലെ അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരവും രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. അനുച്ഛേദം 75 പ്രകാരം പ്രധാനമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും പ്രധാനമന്ത്രിയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി നിയമിക്കുന്നു. 2. അനുച്ഛേദം 75(3) പ്രകാരം മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിസഭയ്ക്ക് പാർലമെന്റിനോട് കൂട്ടുത്തരവാദിത്തമുണ്ട്. മന്ത്രിമാരുടെ ശമ്പളവും അലവൻസുകളും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. അപ്പോൾ മന്ത്രിമാരുടെ ശമ്പളവും അലവൻസും പാർലമെന്റ് കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന നിയമപ്രകാരമായിരിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്ന് വെച്ചാൽ 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ശരിയായിട്ടുള്ളതാണ് 2ഉം 4ഉം. ഭിന്നശേഷിക്കാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ലഘൂകരിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാക്ഷ്യം എന്ന പേരിൽ മൊബൈൽ ആപ്ലിക്കേഷൻ അവതരിപ്പിച്ചു. സ്വീപ് എന്നത് തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് അവബോധവും തെരഞ്ഞെടുപ്പിലുള്ള പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പരിപാടിയാണ്. 106ാമത് ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ ഭാഗമല്ലാത്ത പ്രസ്താവനയാണ് 2ഉം 3ഉം. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയത്തിന് ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും. എന്താണ്? ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 1/3 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്യുന്നു. ഓരോ അതിർത്തി നിർണയ ശേഷവും സ്ത്രീകൾക്കായി സംവരണം ചെയ്യപ്പെട്ട സീറ്റുകൾ പാർലമെന്റ് ഉണ്ടാക്കിയ നിയമപ്രകാരം നിർണ്ണയിക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. താഴെ പറയുന്ന ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് ഇത് സ്ഥാപിതമായത്? അനുച്ഛേദം 243K ആണ്. കേരള സംസ്ഥാന മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ആര് എന്ന് ചോദിച്ചാൽ ആൻസർ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്.
അടുത്ത താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന, എല്ലാ പ്രസ്താവനയും ശരിയാണ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് സമാനമായി കേരളത്തിൽ രൂപപ്പെടുത്തിയ സർവീസാണിത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നിലവിൽ വന്നത് 2018 ജാനുവരി 1-നാണ്. കേരളത്തിൽ നിന്നുള്ള റംസർ സൈറ്റുകളിൽ ഉൾപ്പെടാത്തത് ഇവയൊന്നുമല്ല. അപ്പോൾ കേരള റംസർ സൈറ്റിൽ ഉൾപ്പെട്ടത് ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ, അഷ്ടമുടി കായൽ, വേമ്പനാട്ട് കായൽ. സമഗ്ര ഭൂപരിഷ്കരണ നിയമം നിർമ്മിക്കുന്നതിനായി 1-ാം EMS സർക്കാരിൻ്റെ കാലത്ത് ഒരു സമിതി രൂപീകരിക്കുകയുണ്ടായി. താഴെ പറയുന്നവരിൽ ആരായിരുന്നു സമിതിയുടെ അധ്യക്ഷൻ? C. അച്യുത മേനോൻ. സംസ്ഥാന സർക്കാരിൻ്റെ മിഠായി പദ്ധതി താഴെ പറയുന്ന എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കാൻ ആവിഷ്കരിച്ച പദ്ധതി. ഏറെ പതിറ്റാണ്ടുകളായി പൊതുമണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായിരുന്ന OR കേളു കേരള നിയമസഭയിൽ കേരള മന്ത്രിസഭയിൽ അംഗമായി ചുമതലയേറ്റു. താഴെ പറയുന്ന ഏത് നിയോജക മണ്ഡലത്തിലാണ് ഇദ്ദേഹം പ്രതിനിധാനം ചെയ്തത്? മാനന്തവാടി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു രാജ്യമാണ് ടസാർ സിൽക്കിൻ്റെ ഉൽപ്പാദനത്തിൽ 2-ാം സ്ഥാനത്ത്? ഇന്ത്യ. കണ്ണിലെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ദൃഷ്ടിപടലം. ജമുനാപാരി, സുർത്തി, മലബാരി എന്നിവ ഏത് വളർത്തുമൃഗത്തിൻ്റെ വിവിധ ഇനങ്ങളാണ്? ആട്. കുരങ്ങുപനി എന്ന രോഗത്തിന് കാരണമായ രോഗമാണ് വൈറസ്. WWFൻ്റെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡ്. എന്താണ് ശരണ്യ? സ്ത്രീകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ശരണ്യ. വിറ്റാമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ബെർബറി. 2027 ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥ്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ. ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തു പോകുവാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗമാണ് പാലായന പ്രവേഗം. പാലായന പ്രവേഗത്തെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവന ഏത് എന്ന് വെച്ചാൽ 2 മാത്രം ശരിയാണ്. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല എന്നതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഒരു വസ്തുവിൻ്റെ പാലായന പ്രവേഗം അതിൻ്റെ മാസിനെ ആശ്രയിക്കുന്നില്ല. ഒരു ഉപകരണത്തിൻ്റെ പവർ 690 വാട്ടാണ്. ഇതിന് 230 വോൾട്ടേജ് നൽകിയാൽ അതിലൂടെ പ്രവഹിക്കുന്ന വൈദ്യുതി എത്ര ആയിരിക്കും? 3A ആണ്. കാർ കഴുകുന്ന സർവീസ് സ്റ്റേഷനുകളിൽ കാർ ഉയർത്താൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ജാക്ക് ഏത് നിയമം അനുസരിച്ച് പ്രവർത്തിക്കുന്നു? പാസ്കൽ നിയമം. ഏത് പഠനവുമായി ബന്ധപ്പെട്ട് സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോ ഡൈനാമിക്സ്. വിക്രം എസ് എന്ന റോക്കറ്റിനെ കുറിച്ച് ശരിയായ പ്രസ്താവന 1, 2, 4 ശരിയാണ്. സ്വകാര്യ മേഖലയെ വികസിപ്പിച്ച ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റാണ്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈ റൂട്ട് എയ്റോസ്പേസ് എന്ന സ്റ്റാർട്ടപ്പാണ് റോക്കറ്റ് വികസിപ്പിച്ചത്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നാണ് റോക്കറ്റ് വിക്ഷേപിച്ചത്.